ശിങ്കാരിമേളക്കാരൊക്കെ റെഡിയല്ലേ? നിന്റെ ഞാൻ അപ്പൊ പറഞ്ഞാണ് ശിങ്കാരിമേളം വേണ്ട വേണ്ടാന്ന്. അതാണ് ഇവിടെ താലം പിടിക്കാൻ വന്ന പെണ്ണുങ്ങളായിട്ട് അവന്മാരപ്പുറത്ത് ശൃംഗാരമേളം നടത്തും. ഞാൻ അന്നേരം പറഞ്ഞല്ലേ വേണ്ടാന്ന്. എടാ ഇതിങ്ങനെ പോയാൽ സാംസ്കാരിക സമ്മേളനം എങ്ങനെ നടക്കും? എനിക്കൊന്നും അറിയാൻ പാടില്ല. മന്ത്രി കൃത്യ സമയത്ത് മന്ത്രിയൊക്കെ എടാ മന്ത്രി എന്റെ സ്വന്തം ആളല്ലേ, ഞാൻ വിളിച്ചാൽ വരാതിരിക്കോ? ഈ മന്ത്രിക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഈ പുള്ളിക്കാരനല്ല പ്രസംഗിക്കാൻ ഭയങ്കര മടിയാന്ന്, പേടിത്തൊണ്ടറാണ്. പല ശൈലിയോട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നീ അതൊന്നും പേടിക്കണ്ട. നമ്മുടെ ഈ സ്റ്റേജിൽ പുള്ളി പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞാൽ പ്രസംഗിപ്പിച്ചിട്ടേ ഈ ഞാൻ വിടുള്ളൂ. എടാ ഈ ദിവാറിനെ നിനക്ക് വിശ്വസിക്കാം. അത്രയും കേട്ടാ മതി. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി. എടാ നമ്മുടെ ഒളിമ്പിക്സിൽ സ്വർണ്ണം നേടിയ ചെക്കന്റെ പേരെന്താണ്? ആരോ ആണെന്ന് എനിക്കറിയാം. അവന്റെ പേര് പറ. നീ ആരോ എടാ ആരോ ആണെന്ന് എനിക്കറിയാം. നീ അവന്റെ പേര് പറയാ. അത് തന്നെയാ പറഞ്ഞത്. ആരോന്ന് അവന്റെ ഒറിജിനൽ പേരെന്താണ്? ആരോമലി. നമ്മളെല്ലാരും ചുരുക്കി വിളിക്കണതല്ലേ ആരോ. ഇത്രയും കാലത്ത് അതറിയാൻ പാടില്ല. ഞാനത് വിട്ടുപോയി. വിട്ടുപോരുത്. അതെ ആരോ വന്നിട്ടാ. അവനോട് ഇപ്പൊ ഒരാളല്ല പറഞ്ഞത്. മന്ത്രി വന്നിട്ട് ഇങ്ങോട്ട് വരാനല്ല ഞാൻ പറഞ്ഞത്. അതല്ലെന്ന് ആരോ വന്നിട്ടത്. എടാ അതാണ് മന്ത്രി വന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അവനോട് ഞാൻ പറഞ്ഞാ. അതല്ലെന്ന് വേറെ ആരോ വേറെ ആരോ ഉണ്ട്. അതാരത് സാറേ പെട്ടെന്ന് ഒപ്പിച്ച പരിപാടിയാണല്ലോ. ഇത്രയും പബ്ലിസിറ്റി അനുസരിച്ച് ഇതൊന്നും പോരാ സ്റ്റേജ്. സോറി സാർ, ഇത്രയൊക്കെ ഒപ്പിക്കാനേ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. കുഴപ്പമില്ല. അപ്പൊ ഷോ എത്ര മണിക്ക് ആരംഭിക്കണം? ഷോയാ? എന്റെ ഷോ എത്ര മണിക്ക് ആരംഭിക്കണം? താങ്കളുടെ ഷോയാ? അതെന്ത് ഷോ? പ്രച്ഛന്ന വേഷം. പ്രച്ഛന്ന വേഷം? ആരാ? പ്രഭു. ആര്യ പ്രഭു? താനാ പ്രച്ഛന്ന വേഷം? എന്റെ പരിപാടി ഇവിടെ എത്ര എന്റെ ഈ പഞ്ചായത്ത് എന്ത് പരിപാടി നടന്നാലും എന്റെ പരിപാടി ഉണ്ടാവും. അതെ പ്രച്ഛന്ന വേഷത്തിനൊന്നും ഇവിടെ സമയമില്ല, പോകാൻ നോക്ക്. അങ്ങനെ പറയരുത്. പ്രച്ഛന്ന വേഷം ഒന്നും എന്റെ പ്രച്ഛന്ന വേഷം നടത്തിയിട്ടുള്ള ബാക്കി പരിപാടി മതി. ഇവിടെ ഇവിടെ ചാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. 10 മണിക്ക് മന്ത്രി വരും, അതിനുശേഷം ആ ചെക്കന് സ്വീകരണം. അത്ര അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭാര്യയും മക്കളൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. എനിക്കൊരു പ്രച്ഛന്ന വേഷം ചെയ്യണം. പുറത്തോളാ. ഒരു പണി അയാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നതല്ലേ. ഒരു പണി താൻ അവിടെ പോയി നിൽക്ക്. ഇടക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പ്രച്ഛന്ന വേഷം ചെയ്യാം. ഇടക്ക് പറയാം അല്ലേ? ഓക്കെ, കാര്യം പറഞ്ഞ നമുക്ക് മനസ്സിലാവും. വേഗം വിട്ടോ. സംഭവം ഞാൻ അങ്ങോട്ട് പ്രസംഗിച്ചോട്ടെ. പിന്നെ ഇനി സമയം കളയണ്ട, താൻ പ്രസംഗം ആരംഭിച്ചോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഗോത്രവർഗത്തിൽ നിന്നും ചാത്തന്റെയും ചിരുതയുടെയും മകനായി ജനിച്ച് നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ ആരോമല് സ്വീകരണം നൽകുന്ന വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ ഈ വേദിയിലേക്ക് മനസ്സിലായില്ല. മന്ത്രി പൊക്കോട്ടെ. എവിടെ പോണ്? വീട്ടിൽ പോണ സമയമില്ല. അയ്യോ ഇവിടെ പ്രസംഗിക്കണം. പ്രസംഗിക്കാനൊന്നും സമയമൊന്നുമില്ല, ഞാൻ പോവാ. മനസ്സിലായി. സാറേ സാറിന്റെ പ്രസംഗം കേൾക്കാനാണ് ഈ മൊത്തം ജനങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നത്. പ്രസംഗിക്കാൻ സമയമില്ലെന്ന് സാർ അങ്ങനെ പറയുന്നത്. സാറ് പ്രസംഗിക്കണം. അതെ. മഞ്ഞ ഷർട്ടിട്ടാൾ എന്നെ തന്നെ നോക്കണ്ടല്ലോ. ആ സാർ നോക്കണല്ലോ, അവന് ചെറിയൊരു കോങ്ങുണ്ട്, വേറെ കണ്ടു നോക്കണത്. ആണോ? ഞാൻ പ്രസംഗിക്കണോ? സാറ് പ്രസംഗിക്കണം. സമയമില്ലെന്ന്. നാളെ പറയല്ലേ, പ്രസംഗിക്ക്. ദൈവം ഇതാ ചെറുക്കൻ്റെ കയ്യിൽ എന്താ എറിയാനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് വെറും ബലൂണാണ്. ബലൂൺ പൊട്ടിയാലും മതി, എന്റെ കൺട്രോൾ പോകും. സാറൊന്നും പ്രസംഗിച്ച ഒരു 10 മിനിറ്റ് പ്രസംഗിച്ചാൽ മതി. മതിയോ? പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ്. സോറി പഴയ പണി ഓർത്തുപോയി, അതുകൊണ്ടാ. ഞാൻ പൊക്കോട്ടെ. ഞാൻ പ്രസംഗിക്ക് സാറേ. എന്തായി പറയുന്നത്? പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ആർക്കും അറിയില്ല. പിന്നെ ഞാൻ വെറുതെ എന്തിനാണ് തൊണ്ടകീറി ഇവിടുത്തെ വെള്ളം വറ്റിക്കണത്? ഒരു കുഞ്ഞിന് പോലും ഒന്നും അറിയാൻ പാടില്ല. എന്തിനു പ്രസംഗിക്കണം? ഞാൻ പോകുന്നു, വിട വാങ്ങുന്നു. നമസ്കാരം. പറഞ്ഞില്ലേ പുള്ളിയാകെ പ്രശ്നമൊന്നും. നീ കാര്യം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോ. ഓക്കെ സാറങ്ങോട്ട് പ്രസംഗിച്ചോ. താലം പിടിക്കാൻ വന്ന പെണ്ണുങ്ങളാണ് അത്. ഇവിടെ നിന്നോട്ട് സാറ് പ്രസംഗിക്ക്. സാറേ സാറിന്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർ മൊത്തം ഇരിക്കണത്. പ്രസംഗിക്കുന്നേ. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാവാ? പിന്നെ ഞാൻ എന്തിനു പ്രസംഗിക്കണം? ഇവിടെ എല്ലാവർക്കും അറിയാലോ. എന്തിനാ വെറുതെ എന്റെ സമയം കളയുന്നേ? നമോഭാഗം വിട വാങ്ങുന്നു. ഇനി നീ അറിയാന്ന് പറഞ്ഞാൽ അറിയില്ലെന്നും പറഞ്ഞേക്കാം. നമ്മളെ ആൾക്കാരെ സമയമില്ലെന്ന്. അതാണെന്നും സമയം നോക്കട്ടെ. സാറങ്ങൾ പ്രസംഗിക്ക്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ കുഴപ്പം. ഒരുത്തനറിയാം, മറ്റവൻ അറിയാൻ പാടില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? അറിവുള്ളവൻ അറിയാത്തവന് പറഞ്ഞു കൊടുക്കണം. എന്തിനാ ഞാൻ വെറുതെ എന്റെ തൊണ്ണയിലെ വെള്ളം വറ്റിക്കുന്നത്? നമോഭാഗം വിട വാങ്ങുന്നു.
എന്ത് പറഞ്ഞാലും പ്രശ്നമുള്ള ഈ സാർ സമയമില്ലെന്ന് അതാണ് സാർ പ്രസംഗിച്ചിട്ട് പോയാൽ ഇത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന സാറിന്റെ ഒറ്റ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമാണ്. അറിയാവോ? ആണോ? സാറ് നമ്മുടെ കേരളത്തെ കുറിച്ച് അങ്ങോട്ട് മണിമണിയായിട്ടാണ് പ്രസംഗിച്ചത്. കേരളം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? കേരളം ഒരു ഭ്രാന്താലയമാണ്. ഇതാരാണ്? സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദന്റെ ഇവിടെ കാര്യം അല്ല, പ്രചരണ വേഷം പ്രഭു. എന്തെന്നാണ് ഇത്? എടോ ഇപ്പഴല്ല സമയം. അവനെ എടുക്കാന്ന് പറഞ്ഞു. എടോ സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ താൻ അപ്പുറം പോയി നിൽക്കും. ഈ എടുക്കല്ലേ? ഈ നേരത്തൊക്കെയാണ് പ്രചരണ വേഷം. അപ്പൊ ഞാൻ പോക്കട്ടെ എന്നാ. ഒരു സാറ് പ്രസംഗിച്ചോ? പ്രസംഗിച്ചോ? ഞാൻ വിട വാങ്ങട്ടെ. വിട വാങ്ങരുത്. എനിക്ക് സാറേ. സാർ പ്രസംഗിച്ചോ? ഞാൻ ഇനി എന്തിനെ കുറിച്ച് പ്രസംഗിക്കാനാണ്? അതെ, നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് സാറങ്ങോട്ട് പ്രസംഗിച്ചു. പഞ്ചായത്തിനെ കുറിച്ച്. അതെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തില്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ പഞ്ചായത്തിൽ തണ്ട് വരുത്തവൾ അരിവളോ, ഈ പഞ്ചായത്തിന്റെ പായസമാക്കിയ പെണ്ണുവള്ളോ. പഞ്ചായത്തിലെ തണ്ട് വരുത്തവൾ അരിവളോ, ഈ പഞ്ചായത്തിന്റെ പായസമാക്കിയ പെണ്ണുവള്ളോ. എന്താണ് സാർ ഇത്? ആൾക്കാര് നോക്കിയിരിക്കണില്ലേ? പഞ്ചായത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. അയ്യ, ഇങ്ങനെയൊക്കെയാണ് പഞ്ചായത്തിനെ കുറിച്ച് പറയുന്നത്. പിന്നെ എങ്ങനെ പറയാം? സാറ് പഞ്ചായത്തിനെ കുറിച്ച് പറയണ്ട. ഞാൻ വിട വാങ്ങുന്നു. ഇങ്ങനെ പോവല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് പോയാ മതി. ഇനി ഞാൻ എന്ത് പ്രസംഗിക്കാനാണ്? ദേ, നമ്മുടെ കേരളത്തിലെ ദുരിതം അനുഭവിക്കുന്ന പട്ടിണി പാവങ്ങളെ കുറിച്ച് സാറങ്ങോട്ട് പറഞ്ഞാൽ മതി. അത് മതിയോ? അത് മതി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓ, നമുക്ക് എല്ലാവർക്കും കാറുണ്ട്, ബസ് ഉണ്ട്, സ്കൂട്ടർ ഉണ്ട്. എനിക്ക് മാത്രം ഒന്നുമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നാ തന്നെയും നമ്മളെല്ലാവരും 3 നേരം ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, AC കിടക്കുന്നു. അതെ. പക്ഷെ ഇതുകൊണ്ട് എന്താണ് കാര്യം? ഈ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ദുരിതം അനുഭവിക്കുന്ന എത്രയോ ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ദുഃഖഭാരം ചുമക്കുന്ന ദുശകുണമാണു ഞാൻ. ചെല്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ. താൻ ആരാടോ? ഞാനാ ആ. കുഷ്ഠരോഗിയായ ഭിക്ഷക്കാരൻ. കുഷ്ഠരോഗിയായ പിച്ചക്കാരൻ ഇവിടെ കാര്യം? പ്രചരണ വേഷം. എടോ, ഇതിനെ ഇപ്പഴല്ലത് സമയം. പിന്നെ താനല്ലേ പറഞ്ഞ ഇടക്ക് വരാൻ പറഞ്ഞത്? എടോ, സമയമാകുമ്പോ ഞാൻ വിളിക്കാൻ പൂർവ്വം. വേറെ ഇടക്കാണല്ലേ? ശരി ശരി. പ്രിയമുള്ളവരെ, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വിട വാങ്ങുന്നു, നമ്മ വാങ്ങുന്നു. സാറങ്ങനെ സാറങ്ങോട്ട് സംസാരിക്കുക. ഇനി എന്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കേണ്ടത്? സാംസ്കാരിക കേരളത്തെ കുറിച്ച് പറ. സാംസ്കാരിക കേരളം. പ്രിയമുള്ളവരെ, സാംസ്കാരിക തലത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത് മഹാകവിയായ രമണൻ എഴുതിയ ചങ്ങമ്പുഴയെ കുറിച്ച്. എന്തൊക്കെയാണ് പറയണത്? രമണൻ എഴുതിയ ചങ്ങമ്പുഴ, പിന്നെ ചങ്ങമ്പുഴ എഴുതിയ രമണൻ. ആ പുള്ളി എഴുതിയ ഈ പുള്ളി, അതിനെ കുറിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൽ ഇപ്രകാരം പറയുന്നുണ്ട്, സുഹൃത്തുക്കളെ, ഞാനും വരട്ടെ, ഞാനും വരട്ടെ, ആട് മേയ്ക്കാൻ കാടിനുള്ളിൽ. ഓ സൈന, ഓ സൈന, സൈന, ഓ സൈന, ഓ സൈന, സൈന, ഓ സൈന, ഓ സൈന, സൈന. ഞാനും വരട്ടെ, കാട് മേയ്ക്കാൻ ആടിനുള്ളിൽ, ഞാനും വരട്ടെ. സൂപ്പറല്ലടാ നമ്മുടെ സംസ്കാരം. സാറ് പണ്ട് വല്ല സർക്കസിനും പോയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ നിർത്തുന്നു, വിട വാങ്ങുന്നു. അങ്ങനെ പിട വാങ്ങല്ലേ. ഇനി ഇങ്ങനെ വിട വാങ്ങിയാല് വടി കൊണ്ട് അടി മേടിക്കോട്ടെ. എന്താണ് പറയേണ്ടത്? ഇന്ത്യ അനുഭവിക്കുന്ന തീവ്രവാദത്തെ കുറിച്ച്. തീവ്രവാദം. അതെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, എനിക്കും താല്പര്യമുള്ള വിഷയമാണ് തീവ്രവാദം. എന്താണ് തീവ്രവാദം? സത്യത്തിൽ എന്റെ നോട്ടത്തിൽ തീവ്രവാദം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാശ്മീർ മേഖലയിലാണ്. എന്തുകൊണ്ടാണ് കാശ്മീർ മേഖലയിൽ തീവ്രവാദം അനുഭവപ്പെടാൻ കാരണം? കൊടും തണുപ്പല്ലേ, ശക്തമായ തണുപ്പ്. അവിടെയുള്ളവർ മുഴുവൻ തീവ്രമായ വാദത്തിന് അടിമപ്പെട്ടവരാണ്. എന്തിനാണ് കൂടുതൽ പറയുന്നത്? ഈ തീവ്രവാദത്തിന്റെ പേരിൽ ഭാരതത്തിന്റെ മാനം കാക്കുന്ന എത്രയോ പട്ടാളക്കാരാണ് അതിർത്തിയിൽ പിടഞ്ഞു വീണ് മരിക്കുന്നത്. ആരാണിത്? വെടികൊണ്ട പട്ടാളക്കാരൻ. വെടികൊണ്ട പട്ടാളക്കാരൻ? നീയാണോ വെടികൊണ്ട പട്ടാളക്കാരൻ? കുറെ നേരമായി ഇവൻ. ഇതെന്താണ്? ഇതാണ് ഇടികൊണ്ട പട്ടാളക്കാരൻ. ഞാൻ വിട വാങ്ങുന്നു. നന്ദി. വിട വാങ്ങാൻ പറ്റേ? ബാക്കിയും കൂടി ബാക്കി പ്രസംഗിക്കാനോ എന്റെ പട്ടി പ്രസംഗിക്കും. മറ്റേ സാറേ പോടാടുന്നു. ഇവിടെ മറ്റേ ചെറുക്കനുണ്ടല്ല, മറ്റേ സ്വർണ്ണം തെറ്റാലിയും കൊണ്ട് കിടക്കണ ചെറുക്കൻ. ആരോ നിങ്ങൾക്കറിയാൻ പാടില്ല ആരാണ്? നിങ്ങൾക്കറിയാൻ പാടില്ലടാ ഇതാരാന്ന്. ആരാന്ന് വിചാരിച്ചിട്ട് ആരോമലെന്ന് ഇവിടുത്തെ ഏത് ആരോമലാണെങ്കിലും അമൂലാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറയാം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഓരോ ആരോമലേ ബായ്. ഈ ചെക്കനാണ് മറ്റേ അമ്പ് വിട്ടിട്ട് ഈ ടാറുംപാട്ട പോലെ ഇരിക്കണ ഇറങ്ങട്ടെ. അപ്പൊ പ്രിയമുള്ളവരെ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായി അമ്പയത്തിൽ സ്വർണം നേടിയ നമ്മുടെ നാടിന്റെ പുത്രനായ ആരോമൽ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നു.
അപ്പൊ തമ്പ്രാൻ വന്ന് പറഞ്ഞിന് നീ അമ്പയ്യന് അപ്പൊ നിനക്ക് ചോർണം കിട്ടുന്നു പറഞ്ഞു ഞാൻ അമ്പയ്യന് ചോർണം കിട്ടീന്. എന്ത് ഭാഷയാണ് മലയാളമാ പുള്ളി പറഞ്ഞത്. ഇതാണോ മലയാളം? ആ. എന്നാ ഇവനെ റേഡിയോ മാങ്കോയിലേക്ക് വിടാറുന്നല്ല. എന്താണ്? ആർക്കും ഒന്നും മനസ്സിലാവില്ല. റേഡിയോ മാങ്കോ രക്ഷപ്പെടുമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ പ്രിയമുള്ളവരെ, ഇപ്പൊ നമ്മുടെ ഗോത്രവർഗക്കാരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത ഒരു നോട്ടുമാല നമ്മുടെ മന്ത്രി നമ്മുടെ ആരോമലിന് സമർപ്പിക്കുകയാണ്. എവിടെ നോട്ടുമാല? എവിടെ? മന്ത്രി കൊടുക്ക്, മന്ത്രി കൊടുക്ക്. ആ, സമർപ്പിച്ചോ. അത്രയൊക്കെ മതി. അപ്പൊ പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന പ്രകടനം ആരംഭിക്കുകയാണ്. അല്ലെന്ന് ആരോമലിന്റെ പ്രകടനം. ആ പ്രകടനം ആ കാണുന്ന മാവിന്റെ കൊമ്പത്ത് കെട്ടിയിട്ടിരിക്കുന്ന തത്തയുടെ കണ്ണിലേക്ക് നമ്മുടെ ആരോമൽ അമ്പയക്കുന്നതാണ്. ആരോമലെ റെഡിയിലെ അമ്പയച്ചോ? തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കി തന്നെ അമ്പയച്ചോ? പിന്നെ അമൃതമല്ല വെട്ടിക്കങ്ങ കുന്നപ്പള്ളി തറവാടിയെ എന്നെ ഉന്നമെല്ലാം കാത്തുകൊള്ളേണ്ടമ്മേ. അടിപൊളി 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 അടിപൊളി. ആരോമല്ല സമ്മതിച്ചു. ഹലോ ഹലോ ഹലോ. അതെ, പ്രസന്റേഷൻ അവസാനിപ്പിക്കും. വേഗം വിടാൻ നോക്ക്. അല്ല, ഇത് പ്രശ്നമൊന്നുമല്ല. ഇപ്പൊ ഇവിടെ എന്താ നടന്നത്? അമ്പയത്തോത്സരം. എന്തോ നമ്മുടെ ആരോമൽ അമ്പെയ്തത് എങ്ങോട്ടാ ഇത്? ദാ കാണുന്ന തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട്. എവിടാ? തത്തയുടെ കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട്. എടാ മെനകെട്ടവനെ, ആ. ഇതാണോടാ അവന്റെ തത്തയുടെ കണ്ണ്?